വ്യക്തികളെ, പ്രിയപ്പെട്ട അധ്യാപകരെ, മറ്റ് സ്റ്റാഫ് അംഗങ്ങളെ, ക്യാമറ പിടിച്ചെടുക്കുന്ന ചേട്ടന്മാരെ, സൗണ്ടിൻ്റെ എന്താ പറയുക പരിപാടികളൊക്കെ ചെയ്ത ചേട്ടന്മാരെ, പ്രിയപ്പെട്ട സുന്ദരന്മാരെ, സുന്ദരന്മാരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫോർമൽ പ്രസംഗമൊക്കെ പഴയ പരിപാടിയാണ്. ഞാൻ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്നത് എന്നെ പോലെ പ്രസംഗിക്കാൻ അറിയാത്തവന്മാർ വന്നിട്ട് വെറുതെ കാണാപ്പാടം പഠിച്ച പ്രസംഗമൊക്കെ പറയുന്നതാണ്. അതിനേക്കാൾ നല്ലത് അപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷമാണ്. നല്ല കളിച്ചിരിക്കാനുള്ള പിള്ളേരൊക്കെ കാണാൻ വേണ്ടി ഭയങ്കര സന്തോഷമാണ്. അങ്ങോട്ട് വരുമോ? പിന്നെ എന്തോ ഇന്ററാക്റ്റീവ് സെക്ഷനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇന്ററാക്റ്റീവ് സെക്ഷനിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഞാനും ഒരു എഞ്ചിനീയറാണ്. എഞ്ചിനീയർ ആയിരുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. അത് എനിക്ക് പറ്റിയ പണിയല്ല എന്ന് മനസ്സിലാക്കി ഞാൻ ഇന്ററാക്റ്റീവ് സെഷൻ ഇപ്പൊ ഉണ്ടോ അറിയാമോ? ഇതൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? For the interaction with our celebrity, for which we call upon Anthony and Chiku of Essex. ഓക്കെ, തുടങ്ങിക്കോ. ചേട്ടാ, ഈ ടൊവിനോ തോമസ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ ആദ്യമായിട്ടാണ് മനസ്സിലേക്ക് വരുന്നൊരു ചോദ്യം. എന്തുകൊണ്ടാണ് ചേട്ടൻ്റെ പേരൻസ് അല്ലെങ്കിൽ വേറെ ഈ പേര് ചേട്ടൻ ഇട്ടത്? സത്യം പറഞ്ഞാൽ ഇത് എൻ്റെ അപ്പൻ ഒപ്പിച്ച പണിയാണ്. അതായത് തീ വെച്ചുള്ള പേര് വേണം എന്ന് അപ്പൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ വ്യത്യസ്തമായിട്ടുള്ള പേര് വേണം എന്നും ഉണ്ടായിരുന്നു. അങ്ങനെ എവിടെന്നോ കണ്ടുപിടിച്ചതാണ്. ഞാൻ പിന്നെ ഗൂഗിളിലൊക്കെ തപ്പിയിട്ടും ഇതിനൊരു മീനിങ് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ അറിഞ്ഞത് ഇതൊരു വൈൻ കമ്പനിയുടെ പേരാണ്. ഈ വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ വൈനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത എനിക്ക് ആ പേര് പിന്നെ ഇപ്പൊ ഇത് തന്നെയാണ്. ഇപ്പൊ എന്റെ ഇപ്പോഴത്തെ ഭയങ്കര കൺഫ്യൂഷൻ തുടങ്ങി. എനിക്കൊരു മോളുണ്ടായിട്ട് ഒരു പേരിടാൻ പറ്റുന്നില്ല. എനിക്ക് ഈ പറഞ്ഞ വ്യത്യസ്തമുള്ള പേരൊക്കെ വേണമെന്ന് എന്താണ്? കേട്ടില്ല. കല്യാണം 2014 ഒക്ടോബറിൽ കഴിഞ്ഞു. പക്ഷെ പേടിക്കുന്ന കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് അതിനെ സംബന്ധിച്ചൊരു ചോദ്യം ചോദിച്ചു. ചേട്ടൻ്റെ കല്യാണം ലിഡിയ ചേച്ചിയായിട്ട് 10 വർഷത്തെ നീണ്ട പ്രണയത്തിന് ശേഷമായിരുന്നു. അപ്പം എങ്ങനെയാണ് 10 വർഷം നീണ്ട ഒരു പ്രണയം സാധിച്ചത്? എനിക്ക് ഒരു അറേഞ്ച് മാരേജ് ഒന്നും എനിക്ക് പറ്റുന്ന പരിപാടി ആയിരുന്നില്ല. പക്ഷെ അറേഞ്ച് മാരേജ് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, എനിക്ക് പറ്റില്ലെന്ന്. ലവ് മാരേജ് ആയിരുന്നു എനിക്ക് താല്പര്യം. അങ്ങനെ ഞാനൊരു 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പ്രേമിച്ച് തുടങ്ങിയതാണ്. എന്നിട്ടൊരു 10 കൊല്ലം പ്രേമിച്ച് കഴിഞ്ഞപ്പോൾ കല്യാണപ്രായമായിരുന്നു. ആ പ്രേമം അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കിട്ടി. ചേട്ടാ, ഒരു ചോദ്യം കൂടെ അതിനകത്ത്. എത്രാമത്തെ പ്രണയമാണ് സക്സസ്ഫുൾ ആയത്? ആദ്യത്തെ ഒന്നുമല്ല എന്തായാലും. വൺ സൈഡ് പ്രണയങ്ങളായിരുന്നു മുമ്പോട്ട്. കയ്യിലെണ്ണാൻ പറ്റുമോ? എന്നാ വിരലുണ്ടാവും. സത്യം പറഞ്ഞാൽ 2-3 വിഫല ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു പ്രേമിക്കാനുള്ള. എനിക്കങ്ങനെ പ്രേമിക്കാനെന്ന് അറിയില്ലായിരുന്നു. ഞാൻ പിന്നെ പ്രേമിക്കാനൊക്കെ പഠിച്ച് പ്രേമിച്ചതാണ്. ആദ്യത്തെ 2 സൈഡഡ് പ്രേമം ഇത് തന്നെയായിരുന്നു. അതിന് എനിക്ക് ഒന്നും ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ ചിലത് അവിടെ ഇങ്ങോട്ടുള്ളതുണ്ടായിരുന്നു. പക്ഷെ കൂടുതലായിരുന്നു. ആ കാലത്ത്
ചേട്ടൻ ഇത്രയും ഗ്ലാമർ ആയിരുന്നു? അതെനിക്കറിയില്ല, ഞാനിപ്പോൾ ഗ്ലാമറാണോ? ഞാനീ എന്താ പറയാ, പണ്ട് ഇതുപോലെയൊക്കെ തന്നെ ആയിരുന്നു തോന്നുന്നു. വലിയ മാറ്റമൊന്നുമില്ല. അപ്പോ പ്രേമം സക്സസ് ആയി എന്നെല്ലാവരും അറിഞ്ഞു. ഇനി പഠിത്തത്തിനെ കുറിച്ച് പറയാൻ ധൈര്യമുണ്ടോ? എന്തോ അല്ല, അതല്ല, അത് നാട്ടിപ്പാട്ടാണല്ലോ. അതല്ലേ, പഠിത്തത്തിനെ കുറിച്ച് നമുക്കൊന്ന് താല്പര്യം ഉണ്ടായിരുന്നു. പഠിത്തം ഇലക്ട്രോണിക്സ് ആണെന്നറിയായിരുന്നു. അതിനെക്കുറിച്ച് പഠിത്തകാലത്തെല്ലാം പഠിച്ചിട്ടുണ്ടോ? അതോ? ഞാൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ് എടുത്തത്. ഞാൻ എന്നിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത് കോമ്പറ്റീഷനിലായിരുന്നു, സോഫ്റ്റ്വെയറിലായിരുന്നു. എല്ലാവരെയും പോലെ അവസാനം സോഫ്റ്റ്വെയർ ജോലിയാണ് ഞാനും ചെയ്യുന്നത്. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് എന്ത് അലമ്പ് കാണിക്കുകയാണെങ്കിലും അതിൻ്റെ കൂട്ടത്തിൽ പഠിക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ള ഒരു ധാരണ ഉള്ളതുകൊണ്ട് ഞാൻ അത്യാവശ്യമൊക്കെ പഠിച്ചിരുന്നു. ഭയങ്കര റാങ്ക് ഹോൾഡർ ഒന്നുമില്ലായിരുന്നെങ്കിലും അത്യാവശ്യം തിരക്കില്ലാതെ ഒരു ഡിസ്റ്റിങ്ഷനൊക്കെ കിട്ടിയിട്ടുണ്ട് 10 ഡിസ്റ്റിങ്ഷൻ. ഡിസ്റ്റിങ്ഷനൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ എഞ്ചിനീയറിംഗ് പഠിക്കാനായിട്ട് കോയമ്പത്തൂരാണ് പോയത്. അതിന് മുമ്പെന്ന് വെച്ചാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നത്. പക്ഷെ അവിടെ പോയി കഴിഞ്ഞിട്ട് മറ്റേ ഭയങ്കര എന്താ പറയുക, കുക്ക് ചെയ്യുന്നത് ഞാൻ തന്നെ, തുണി അലക്കുന്നത് ഞാൻ തന്നെ, പിന്നെ പഠിക്കുന്നത് ഞാൻ തന്നെ. അപ്പോൾ കുറേ പ്രാരാബ്ദങ്ങളിടയ്ക്ക് പഠിച്ചു തന്നെ കൊണ്ട് ഫസ്റ്റ് ക്ലാസ് കിട്ടിയിട്ടുള്ളൂ. പക്ഷെ കുറേ അരിയറൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഈ സപ്ലൈ എന്ന് പറയുന്ന സാധനമൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. പക്ഷെ 4 കൊല്ലത്തിൽ അത് തീർത്തു. പഠിച്ചിറങ്ങിയപ്പോൾ അത് തീർത്തു. അത് മതി. 4-ാം കൊല്ലം പഠിച്ചിറങ്ങുമ്പോൾ സപ്ലൈ ഒന്നും ഇല്ലാതെ ചേട്ടാ, പിന്നെ ഒരു ചോദ്യം. ചേട്ടൻ 1 വർഷം സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ടൊരു ജോലി ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ 2 ലൈഫും ചേട്ടൻ അനുഭവിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനകത്തുള്ള വ്യത്യാസങ്ങൾ, ചേട്ടൻ്റെ ഫീലിംഗ് എങ്ങനെയൊക്കെയാണ്? ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം എൻ്റെ മാത്രം അഭിപ്രായമാണ്. അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ബേസിക്കലി ഒരു സ്ഥലത്ത് അടങ്ങി ഒതുങ്ങി ഇരുന്നിട്ടുള്ള ജോലി ഇഷ്ടമുള്ള ആളല്ല. അതുകൊണ്ടാണ് എനിക്ക് സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി ഇഷ്ടപ്പെടാറ്. ഞാനിപ്പോൾ ആദ്യത്തെ 3 മാസത്തെ ട്രെയിനിങ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര രസമുള്ള പരിപാടിയായിരുന്നു. നിങ്ങളിൽ പലരെയും പോലെ പഠിപ്പ് കഴിഞ്ഞിട്ട് എന്ത് ജോലി ചെയ്യും എന്ന് എനിക്ക് യാതൊരു രൂപവും ഉണ്ടായിരുന്നില്ല. ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ അതെന്താണ് അവിടെ പോയിട്ട് ചെയ്യേണ്ടതെന്ന് എനിക്കൊരു രൂപം ഉണ്ടായിരുന്നില്ല. അവിടെ ചെന്ന് എത്തിക്കഴിഞ്ഞിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് പറ്റിയ പണിയല്ല. ഒരു കമ്പ്യൂട്ടറും ഒരു ഫോണും ഒരു കസേരയും അതിരിക്കുന്ന ഒരു ക്യൂബിക്കളും മാത്രമാണ് ഇനി എൻ്റെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞൊരു സംഭവം എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഞാനപ്പോൾ ഒരു കൊല്ലം തന്നെ അവിടെ കടിച്ചു പിടിച്ചിട്ടൊക്കെയാണ് നിന്നത്. അവസാനം അവിടെ നിന്ന് കഴിഞ്ഞാൽ ഏതൊരു വട്ടായി പോകും അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു എന്നുള്ള അവസ്ഥയിൽ ഞാൻ റിസൈൻ ചെയ്ത് ഇറങ്ങി. അപ്പോൾ എനിക്കൊരു മനസ്സിൽ ചെറിയ ആഗ്രഹം ഉണ്ടായിരുന്നു, സിനിമയുടെ യാതൊരു ബന്ധമില്ലാത്തൊരു കുടുംബത്തിൽ നിന്ന് വരുമ്പോൾ എത്തിപ്പിടിക്കാൻ പറ്റുമോ എന്ന് അറിയില്ലായിരുന്നു. പക്ഷെ ഒരു ഇന്നർ വോയിസ് എവിടെയോ പറഞ്ഞപ്പോൾ സിനിമ ആഗ്രഹമുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് തോൽവി സമ്മതിക്കാറുണ്ട്. ഇപ്പം എനിക്ക് ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം ഒന്നാണ്, നിങ്ങളെ ആരും ഒന്നും നിയന്ത്രിക്കാതിരിക്കരുത്. ഒരു സമൂഹവും ഒരു മതവും ഒന്നും നിങ്ങളെ നിയന്ത്രിക്കാതിരിക്കുക. നിങ്ങളെ നിയന്ത്രിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ശരികളും തെറ്റുകളും തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. വേറെ ഒരാൾക്കും വേണ്ടി നിങ്ങൾ ജീവിച്ച് ജീവിതം തീർക്കരുത്. കാര്യം നിങ്ങളുടെ ജീവിതം നിങ്ങൾക്കേ ജീവിക്കാൻ പറ്റില്ല, വേറൊരാൾക്ക് ജീവിക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സൊസൈറ്റീനെ എന്താ പറയുക തൃപ്തിപ്പെടുത്താനായിട്ട് ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് ജീവിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഹാപ്പി ആവില്ല. ഞാൻ ഒരു സിനിമ നടനായത് അത് എൻ്റെ സ്വപ്നമായിരുന്നു, അതിലേക്കാണ് ഞാൻ എത്തിയത്. ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ സ്വപ്നങ്ങളുണ്ട്, അതിലേക്ക് മാത്രം പോവുക. എഞ്ചിനീയറിംഗ് പഠിച്ചു പോയി എന്നുള്ളത് കൊണ്ട് എഞ്ചിനീയർ ആവണം എന്നില്ല. നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലെന്താണോ പറയുന്നത് അത് തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇപ്പോഴും ഒരു രൂപം ഉണ്ടാവില്ല. എഞ്ചിനീയറിംഗൊക്കെ പഠിച്ച് പുറത്തിറങ്ങി എല്ലാ പേപ്പറും ക്ലിയർ ചെയ്തിട്ട് ഈ ജീവിത യാഥാർത്ഥ്യങ്ങൾ എന്ന് പറയുന്ന സംഭവമുണ്ട്, അതിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോഴാണ് ഈ ബുദ്ധിമുട്ട്. അത് ഞാൻ പറഞ്ഞുതരാം. എന്താണെന്ന് പറഞ്ഞാൽ അപ്പൻ്റെ കാശിന് പഠിച്ച് അടിച്ചു പൊളിച്ച് നടക്കുമ്പോൾ ഇതൊന്നും അറിയില്ല. സ്വന്തം പൈസ ഉണ്ടാക്കേണ്ടി വരും, ഒരു കുടുംബം നോക്കേണ്ടി വരും എന്നുള്ളൊരവസ്ഥയിൽ ഒടുക്കത്തെ ഡിപ്രഷനൊക്കെ അടിച്ചു പോകും. അങ്ങനെയുള്ള സമയത്താണ് നിങ്ങൾ നിങ്ങളുടെ പാഷനെ ഫോളോ ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും പാഷനെ ഫോളോ ചെയ്യാത്ത ഒരാൾക്കും ജീവിതത്തിൽ ഹാപ്പി ആയിരിക്കാൻ എനിക്ക് തോന്നുന്നില്ല. നിങ്ങളെല്ലാവരും നിങ്ങളുടെ പാഷനെ ഫോളോ ചെയ്യണം, ഹാപ്പി ആയിരിക്കണം. പിന്നെ ഈ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ
എനിക്കിഷ്ടമുള്ള ഒരു സംഭവം ആണ് ഈ ദിവസവും പുതിയ പുതിയ ആൾക്കാരെ കാണുക, പുതിയ പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കുക, പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് പോവുക. ഇതൊക്കെ സിനിമ കൊണ്ട് നടക്കുന്നുണ്ട്. വെറുതെ ഇരിക്കാൻ ഇഷ്ടമാണ്, വെറുതെ ഇരിക്കാനും സമയം കിട്ടുന്നുണ്ട്. ട്രാവൽ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ സിനിമ കാരണം എനിക്ക് പല സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഹാപ്പിയാണ്. ഇതുപോലെ നിങ്ങൾ ഹാപ്പി ആവുന്ന നിങ്ങളുടെ പാഷൻ നിങ്ങൾ ഫോളോ ചെയ്യും. ചേട്ടാ, അടുത്ത അവസാനത്തെ ചോദ്യം. ABCDയിലെ അഖിലേഷ് മാമ എന്ന ഒരു നെഗറ്റീവ് ക്യാരക്ടറിൽ നിന്നാണ് ചേട്ടൻ പോപ്പുലർ ആയത്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാം സൂപ്പർ സ്റ്റാർ ആയ ലാലേട്ടനും ഒരു നെഗറ്റീവ് ക്യാരക്ടർ കൂടെയാണ് പോപ്പുലറായി വന്നത്. അപ്പോൾ ചേട്ടനിൽ നിന്നും നമുക്ക് ഒരു അടുത്തൊരു സൂപ്പർ സ്റ്റാറിനെ പ്രതീക്ഷിക്കാമോ? സൂപ്പർ സ്റ്റാറൊക്കെ അവസാനത്തെ സൂപ്പർ സ്റ്റാറുകൾ ഈ പറഞ്ഞ മമ്മൂട്ടി നാരായണനൊക്കെ തന്നെ ആയിരിക്കും. കാര്യം ഇപ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും എൻ്റെ ഒരു ലക്ഷ്യം ഒരു സൂപ്പർ സ്റ്റാർ ആവുക എന്നുള്ളതാണ്, ഒരു നല്ല നടൻ എന്നറിയപ്പെടുക എന്നുള്ളത് മാത്രമാണ്. കാര്യം സൂപ്പർ സ്റ്റാർ എന്നൊക്കെ ഉള്ളത് ജനങ്ങൾ ചാർത്തി കൊടുക്കുന്ന ഒരു പട്ടമാണ്. പലപ്പോഴും പലർക്കും അതൊരു ബാധ്യതയായിട്ട് തോന്നുന്നു. അങ്ങനെ ബാധ്യതകൾ ഏറ്റെടുക്കാൻ എനിക്ക് ഇഷ്ടമല്ല. എൻ്റെ ജീവിതം ഞാൻ മാത്രം തീരുമാനിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് നല്ല നടനായാൽ മതി. ചേട്ടാ, വിഷു ദിവസം താങ്ക് യു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാമോ?